എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കൊറിയറാണ് നോക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെ ബോർഡുകളാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഓരോന്നും പ്രത്യേകം പാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഓരോന്നായിട്ടെടുത്ത് താഴെ വയ്ക്കാം. AC ബോർഡുണ്ട്, ഓക്കെ. 1, 2, 3, 4 ബോർഡുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് പനാസോണിക്കിൻ്റെ ബോർഡാണ്. ഇത് കാണുമ്പോഴേ അറിയാം. പനാസോണിക്കിന് ഒരു പ്രത്യേക, അതിൻ്റെ ബോർഡുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് പനാസോണിക്കിൻ്റെ ബോർഡ്. ഇത് ഗോദ്രേജ്. ഗോദ്രേജിൻ്റെ ബോർഡ്. ഇതൊരു മൈക്രോവേവ് ഓവണിൻ്റെ ബോർഡാണ്. ഓക്കെ. അതിൻ്റെ സെലക്ടർ സ്വിച്ചിൻ്റെ ഡാമേജ് ആയിട്ടുണ്ട്. സെലക്ടർ സ്വിച്ച് അത് ക്ലിയർ ചെയ്യണം. ഇത് ബോഷ് സീമൻസിലൊക്കെ വരുന്ന ടൈപ്പ് ബോർഡാണ്. പിന്നെ ഇത് നമ്മുടെ LG ഇതിൽ വരുന്ന ഇത് IPM ആണെന്ന് തോന്നുന്നു. അതെ, IPM. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 1, 2, 3, 4, 5 ബോർഡുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും നോക്കാം. അപ്പോൾ ഓരോന്നിൻ്റെ പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ LG ഡബിൾ ഡോർ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ ഒരു PCB ആണ്. ഇത് 7 ടൈം ബ്ലിങ്കിങ് ആയിട്ട് വന്ന ഒരു PCB ആണ്. അപ്പോൾ ഇത് അയച്ചിരിക്കുന്ന വ്യക്തി ഈ ഒരു IPM മാറ്റിയിട്ട് പുതിയ IPM ഇട്ട് റൺ ചെയ്തപ്പോഴത്തേക്കും ഓരോ പ്രാവശ്യം നമ്മൾ ടെസ്റ്ററിൽ കറങ്ങിയിട്ടതിന് ശേഷം പിന്നെ 6 ടൈം ബ്ലിങ്കിങ്ങിലോട്ട് ഈ IPM മാറ്റിയതിന് ശേഷം കംപ്രസറിൽ കണക്ഷൻ കൊടുത്തപ്പോഴത്തേക്കും കംപ്രസർ ജസ്റ്റ് ഒന്ന് എടുത്ത് പിന്നെ ഇത് 6 ടൈം ബ്ലിങ്കിങ്ങിലോട്ട് പോവുകയാണ് ചെയ്തത്. അതാണ് ഇപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ്, 6 ടൈം ബ്ലിങ്കിങ് എന്നുള്ളത്. ഇത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാം. പിന്നെ വരുന്നത് പനാസോണിക്കിൻ്റെ PCB. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് വർക്കിംഗ് ആണ്, പക്ഷേ റിമോട്ട് സെൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു PCBയുടെ പ്രശ്നം. പിന്നെ വരുന്നത് ഗോദ്രേജിൽ വരുന്ന ഈ ഒരു ബോർഡ്. ഇത് ഡെഡാണ്, പവർ ഓൺ അല്ല. അപ്പോൾ ഇതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളിലും ചെയ്തപ്പോഴത്തേക്കും ഇത് എല്ലാ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, പക്ഷേ പവർ ഓൺ ആവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതൊരു PCB. അപ്പോൾ ഈ PCB എന്ന് പറയുന്നത് ഇത് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഡിസ്പ്ലേ നിൽക്കത്തില്ല, ഡിസ്പ്ലേ ഫങ്ഷനിങ് ഒന്നും ആവത്തില്ല.
ആ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്കായി ഇങ്ങനെ ചെറുതായിട്ട് കത്തി അങ്ങനെ അണഞ്ഞണഞ്ഞ് നിൽക്കും. സ്റ്റഡി ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഗോദ്രേജിൻ്റെ PCB ഓണാകാത്ത PCB ആണ്, ഇതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നോക്കിയിട്ട് ഇതിലെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇതെന്തുകൊണ്ടാണ് ഓൺ ആവാത്തതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു PCBയിൽ ആദ്യം നമ്മൾ പവർ കണക്ഷൻ കൊടുക്കാം. പവറിൻ്റെ കണക്ഷൻ കൊടുത്തു. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ട്രാൻസ്ഫോമർ അയച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു 12 വോൾട്ട് പിന്നെ സെപ്പറേറ്റ് അഡീഷണലായിട്ട് ഒരു 12 വോൾട്ട് കൊടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പവർ സപ്ലൈന്ന്. കാര്യം ഇപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമർ കയ്യിലില്ല. അതുകൊണ്ടിട്ട് നമുക്ക് ഈ പവർ കണക്ഷൻ ഊരിയിട്ടിട്ട് ട്രാൻസ്ഫോമർ കൊടുക്കാം. ട്രാൻസ്ഫോമർ ഇവിടെ ഈ ഒരു കപ്പാസിറ്ററിലെ കണക്ഷൻ കൊടുക്കാം. ഈ കപ്പാസിറ്ററിലൊന്ന് സോൾഡർ ചെയ്യാം. പോസിറ്റീവ് സൈഡിലൊരു വയർ കണക്ഷൻ കൊടുക്കാം. നെഗറ്റീവ് സൈഡിൽ ബ്ലാക്ക് വയറിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കാം. ഇനി നമ്മൾ പവർ സപ്ലൈ ബെഞ്ച് പവർ സപ്ലൈന്ന് ഒരു 12-13 വോൾട്ട് ഇതിലോട്ട് കണക്ഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ആ ഡിസ്പ്ലേ ഓണല്ല. പവർ സ്വിച്ച് പ്രസ് ചെയ്തിട്ടും യാതൊരുവിധ അനക്കങ്ങളുമില്ല. ഓൾറെഡി ഇവിടെ ഇതിൻ്റെ ഈ ഒരു ക്രിസ്റ്റലൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ക്രിസ്റ്റൽ മാറിയിട്ടുണ്ട്. പിന്നെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ സൈഡ് സോൾഡർ ചെയ്ത് നടന്ന് മാറിയോന്നറിയില്ല. അത് 7042ൻ്റെ വോൾട്ടേജ് റെഗുലേറ്റിംഗ് AC ആണ്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എല്ലാ വോൾട്ടേജും വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് സപ്ലൈ ആദ്യം 5 വോൾട്ട് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ 11 ഓൾറെഡി വോൾട്ടേജ് ഹൈ ആണ്. ഇവിടെ നമുക്ക് 2 റെഗുലേറ്റിംഗ് AC വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് 7812, ഇത് 7805. ഇത് 12 വോൾട്ടിൻ്റെയും ഇത് 5 വോൾട്ടിൻ്റെ റെഗുലേറ്റിംഗ് AC ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു റെഗുലേറ്റിംഗ് AC 12 വോൾട്ട്, ഈ ഒരു റെഗുലേറ്റിംഗ് AC 5 വോൾട്ടുമാണ്. ഇവിടെ നമുക്ക് 5 വോൾട്ട് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 5 വോൾട്ട് വരുന്നുണ്ട്. ഇനി ക്രിസ്റ്റലിൻ്റെ സൈഡ് വോൾട്ടേജ് ഇല്ല. വൺ സൈഡ് 4.2 വോൾട്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്രിസ്റ്റലിൻ്റെ സൈഡ് ഇവിടെ 4.8 4.5 അങ്ങനെ വോൾട്ടേജാണ് കിട്ടുന്നത്. ഇങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇവിടെ കാര്യം ഈ ലെഗ് നേരെ വരുന്നത് ഇവിടെയാണ്. ഈ ലെഗ് നേരെ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് 5 വോൾട്ടാണ്. നേരെ ഈ ഒരു പിന്നെ റെഗുലേറ്റിംഗ് ICന്ന് നേരെ ഇവിടെ വന്ന് നേരെ ഇവിടെ വരും. അത് കഴിഞ്ഞ് നേരെ ഈ ഒരു ലൈനിലോട്ടാണ് വരുന്നത്. അവിടെ നിന്ന് നേരെ വന്ന് ഈ ഒരു നമ്മുടെ 7042 KIA 7042 കൺവേർട്ടിങ് ICയിലോട്ട് വരും. ഇവിടെ നിന്ന് ഒരു സപ്ലൈ വന്ന് നേരെ, അതായത് ക്രിസ്റ്റലിൻ്റെ 2 സൈഡും ഇതാണ് പോസിറ്റീവ് സപ്ലൈകളാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലിയർ ചെയ്തു. ഓക്കെ, അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഈ IC നോക്കിയപ്പോഴത്തേക്കും ഈ ICയുടെ പുറത്ത് ഈ ഒരു ലെഗിലായിട്ട്
പൊടിപ്പൊടിയായിട്ട് ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ ഇരിക്കുന്നതാണ് പൊടിപ്പൊടിയായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയില്ലേ, തലമുടിയുടെ അതിനെയും കാട്ടി നേർത്ത കട്ടായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ടിന്നർ ഉപയോഗിച്ചിട്ട് ഈ ബ്രഷ് വെച്ചൊന്ന് ക്ലീൻ ചെയ്തു. ഇവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഓൺ ചെയ്തപ്പോഴത്തേക്കും ഇത് വർക്കിംഗ് ആയി. പൊടി കയറി ഇരുന്നിട്ട് സംഭവിച്ച ഒരു കാര്യമാണത്. ഉണ്ടോ? ഇത് ഓപ്പറേഷൻ മോഡിലല്ല, ഇപ്പോൾ ഇത് ഓപ്പറേഷൻ മോഡായി. ജസ്റ്റ് ഇത്രയും ഉണ്ടായിരുന്നുള്ള കാര്യം. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇത് ഈ മെയിൻ ICയിൽ വന്നിരിക്കുന്ന ഒരു ഫോൾട്ടായിരുന്നു. മെയിൻ ICൻ്റെ ഈ ലെഗുകൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, അതായിരുന്നു പ്രശ്നമായത്. ഇത് പൊടി കാരണം വന്നതാവാം. ഇത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് വെച്ചിരിക്കുന്ന ആ ഒരു അടപ്പുണ്ട്, ആ അടപ്പിന്ന് സ്റ്റീലിൻ ബോഡിയിൽ നിന്ന് ഇത് പറന്ന് ഇതിലോട്ട് പിടിച്ചിട്ടുണ്ടാവാം. കാര്യം എന്ന് വെച്ചാൽ എയർ സർക്കുലേഷൻ ഉള്ളതാണ് എപ്പോഴും. മേ ബി അങ്ങനെ ആയിരിക്കാം ഇതിൻ്റെ അകത്തോടെ വന്നിരിക്കുന്ന ഈ ഒരു ഫോൾട്ടിന് കാരണം. പക്ഷെ എന്തായാലും അത് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ കത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോവർ മോട്ടർ കണക്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ കത്തുന്നത്. ബ്ലോവർ മോട്ടറിൻ്റെ കണക്ഷൻ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാനാസോണിക്കിൻ്റെ ഈ ഒരു ബോർഡ് റിമോട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ബോർഡാണ്. ഇത് നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ തന്നെ എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഓരോരോ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഇപ്പോൾ ഗോദ്രേജിൻ്റെ മാത്രമായിട്ട് ഈ ഒരു വീഡിയോ നമുക്കത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. പാനാസോണിക്കിൻ്റെത് പിന്നെ LGയുടേതൊക്കെ ഇതിൻ്റെ പിറകിലായിട്ട് ഓരോ വീഡിയോസായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്ത പാനാസോണിക്കിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.